നമസ്തേ, ജയ് ശ്രീറാം. ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. രാമൻ ഭാരതത്തിൻ്റെ വിശ്വാസമാണ്, അടിത്തറയാണ്, ചിന്തയാണ്. രാമനാണ് പ്രജ്ഞയും വീക്ഷണവും. രാമൻ അഭിമാനമാണ്, ഇച്ഛാശക്തിയാണ്, നീതിയാണ്. രാമനാണ് മാനദണ്ഡം. രാമനൊരു പ്രവാഹമാണ്, ശാശ്വതവും തുടർച്ചയുമാണ്, വിപുലവും വിശാലവുമാണ്. രാമൻ തർക്കമല്ല, പരിഹാരമാണ്. രാമൻ എല്ലാവരുടേതുമാണ്, അനന്തതയാണ്. രാമൻ തന്നെയാണ് പ്രപഞ്ചവും പ്രപഞ്ചത്തിൻ്റെ ആത്മാവും. ഭവ്യമായ മന്ദിരത്തിൽ ബാലകരാമൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് പറഞ്ഞത് ഇതാണ്: ദേവനിൽ നിന്ന് ദേശത്തിലേക്ക്, രാമനിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക്, രാമചേതനയിൽ നിന്ന് രാഷ്ട്രചേതനയിലേക്ക് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വികസിത ഭാരതത്തിലേക്ക് മുന്നേറണം. ആ മുന്നേറ്റത്തിനാണ് ഇന്നലെ അയോധ്യയിൽ നാന്ദി കുറിച്ചത്. ഇത്രയുമൊക്കെ ആയിട്ടും രാമൻ ആരാണ്, ആരുടെയാണ് രാമൻ തുടങ്ങിയ ചോദ്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കുത്തരം തേടാം. പ്രഗത്ഭ നിയമജ്ഞൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ, ഇടതു മുന്നണിയുടെ പ്രതിനിധിയും NCP നേതാവുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP വക്താവ് ശ്രീ പ്രിൻറ്റു മഹാദേവ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് രാംകുമാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. അഡ്വക്കേറ്റ് രാംകുമാർ, രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ ഏകീകരിക്കുന്ന ഒരു വികാരമായി രാമൻ മാറിയിരിക്കുന്നു. രാജ്യത്ത് മാത്രമല്ല, വിദേശത്തും, അതായത് അറബ് രാജ്യങ്ങളിൽ പോലും ജയ് ശ്രീറാം വിളികൾ മുഴങ്ങുന്നു. അവിടെയുള്ള മലയാളികളല്ല, അവിടെയുള്ള ഷെയ്ഖുമാർ പോലും ജയ് ശ്രീറാം എന്ന അഭിമാനത്തോടെ ഏറ്റ് പറയുന്നു. പക്ഷേ ഇവിടെ കേരളത്തിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് ഇപ്പോഴും ആരാണ് രാമൻ, രാമൻ ആരുടേതാണ് എന്നീ ചോദ്യങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വിശദീകരണത്തിൽ തന്നെ സ്പഷ്ടമാണ്, വ്യക്തമാണ് എന്താണ് രാമൻ എന്ന്. പക്ഷേ ഇവ ഉറക്കം നടിക്കുകയല്ലേ? അഡ്വക്കേറ്റ് രാംകുമാർ. രാമൻ ആരുടെയാണ് എന്നതിന് അസന്നിഗ്ധമായ മറുപടി ഭാരതീയരാകെ ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. അത്രമാത്രം ആഹ്ലാദവും അഭിമാനവും തിരതല്ലുന്ന അന്തരീക്ഷമായിരുന്നു രാജ്യത്താകെ. രാജ്യത്തിന് പുറത്തും താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളിലും രാമനെ പുകഴ്ത്തിക്കൊണ്ട് പല പരിപാടികളും നടത്തും. അല്പം മുമ്പ് ദുബായിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല, ദുബായിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ രാമൻ്റെ പ്രതിരൂപം ആലക്തിക ദീപം വഴി തെളിയിച്ചിരിക്കുന്നു എന്ന്. ഒരു അറബി രാജ്യത്താണ്. അത് ശരിയാണെങ്കിൽ നമുക്ക് അങ്ങേയറ്റം അഭിമാനകരമായ ഒരു നേട്ടമാണ്. പക്ഷെ പലപ്പോഴും ഈ വാർത്തകൾ സ്ഥിരീകരിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര സംശയിച്ചുകൊണ്ട് അഭിപ്രായം പറയണം. അപ്പോൾ രാമൻ ആരാണെന്നും ആരുടെയാണെന്നും സബ്കെ രാം എന്ന വടക്കേ ഇന്ത്യയിൽ കേൾക്കുന്ന മുദ്രാവാക്യം ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. സംശയമുള്ളത് ആർക്കാണ്? ചില രാഷ്ട്രീയ ചില്ലറ ലാഭത്തിന് വേണ്ടി മൂല്യങ്ങളും ആശയങ്ങളും ബലി കഴിക്കാനും സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെടുത്താനും തയ്യാറായി വന്ന ഒരു ചെറിയ ന്യൂനപക്ഷം. എൻ്റെ സുഹൃത്ത് VD സതീശൻ വളരെ മാന്യനാണ്, കഴിവുള്ള നേതാവാണ്, നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ട് വാസ്തവത്തിൽ എനിക്ക് സങ്കടം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഗാന്ധിജി വെടിവെച്ച് വീണവിടത്ത് രാമനുണ്ടോ?
ഞാൻ അദ്ദേഹത്തോട് മര്യാദയുടെ സീമ ലംഘിക്കാതൊരു മറു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിഖുകാരെ കൊലപ്പെടുത്തിയെടുത്ത് രാമനുണ്ടോ? കോൺഗ്രസ്സുകാർ നിഷ്കരുണം നിരപരാധികളായ സിഖുകാരുടെ കൂട്ടക്കൊല ഡൽഹിയിൽ നടത്തിയിട്ട് മൻമോഹൻ സിംഗ് പരസ്യമായി, അദ്ദേഹം മാന്യനായതുകൊണ്ട് പരസ്യമായി മാപ്പ് പറഞ്ഞു. അവിടെ രാമനുണ്ടോ? രാമൻ എല്ലാ സ്ഥലത്തുമുണ്ട് സാർ. രാമൻ സർവ്വവ്യാപിയാണ്. രാമൻ ഭാരതത്തിൻ്റെ ആത്മാവാണ്. അതാണ് ഇന്നലെ ഇവിടുത്തെ ജനം തെളിയിച്ചത്. പിന്നെ രാഷ്ട്രീയ കാരണങ്ങളെ കൊണ്ട് ഇത് മതേതരത്വത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഒന്ന് രണ്ട് എളിയ സംശയങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഭരണകാലത്തല്ലേ മിസ്റ്റർ കേരള എഡ്യൂക്കേഷൻ റൂളിൽ ഒരു റൂള് ഞാൻ വായിക്കാം. ഇവിടെ 2 അഭിഭാഷകരുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവും. ചാപ്റ്റർ 7 റൂൾ 3 റൂൾ 4(3) ഇംഗ്ലീഷിലാണ്. സ്കൂൾസ് ഇൻ വിച്ച് the majority of the staff or peoples are Muslims may have Fridays as holidays instead of Saturdays, which may be working days. In schools in which Fridays are not made holidays, the noon interval on Friday shall be 2 hours. Enable Muslim staff or peoples to attend to prayers. നമ്മുടെ സംസ്ഥാനത്ത് നിയമപ്രകാരം കേരള ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു ചട്ടമാണ് ഞാൻ വായിച്ചത്. ഇത് ഭരണഘടനയുടെ ഒരു മതേതരത്തിന് അനുസൃതമാണോ സുഹൃത്തുക്കളെ? നിങ്ങൾ കെട്ടിപ്പൊന്നിക്കും, നിങ്ങൾ കെട്ടിപ്പോകത്തുന്ന കൊട്ടിപ്പാടുന്ന മതേതരത്തിന് അനുസൃതമാണോ ഒരു മതവിഭാഗത്തിന് മാത്രം പ്രാർത്ഥനയ്ക്കായി സ്കൂളുകൾ നിർത്തിവെച്ച് പ്രവർത്തനം നിർത്തിവെക്കാമെന്നൊരു ചട്ടം നിങ്ങൾ കൂടി ഉണ്ടാക്കിയത് ഭരണഘടന വിധേയമാണോ? ഞാൻ എൻ്റെ എളിയ സംശയം ചോദിക്കണം. നിങ്ങളൊരു പക്ഷേ നിർബന്ധ സാഹചര്യത്തിലായിരിക്കാം അതുണ്ടായത്. കാരണം പാണക്കാട്ട് തങ്ങളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയമായ നിലനിൽപ്പില്ല. ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി നിങ്ങൾ ഭരണകാലത്തുണ്ടാക്കിയതാണ്. പോട്ടെ, അതും പോട്ടെ. ഇഫ്താർ പാർട്ടി സർക്കാർ ചിലവിൽ റംസാൻ കാലത്ത് നടത്തുന്നുണ്ടല്ലോ, അതും മതേതരമാണോ? തിരുവാതിരയ്ക്ക് നമ്മുടെ ഗവർണർ ഒരു പാർട്ടി നടത്തിയാൽ നിങ്ങളുടെ പ്രതികരണം എന്താവും? ആകാശം മുട്ടുമോറെ മതേതരം നഷ്ടപ്പെട്ടു എന്ന് പറയും. പോട്ടെ, ഹജ്ജ് ഫിലിഗ്രിമേജിന് മന്ത്രിമാർ പോയി അവരെ ഇതിനൊന്നും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് യാതൊരു വിരോധമില്ല. നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. അവർ സഹിഷ്ണുത ഉള്ളവരാണ്. അവരാരും ഇതിനെയൊന്നും എതിർക്കുന്നില്ല. അല്ലെങ്കിൽ ഈ റൂളിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് നിഷ്പ്രയാസം ഹൈക്കോടതി പോകാമായിരുന്നു. അതിനാരും ഉദ്ദേശിക്കില്ല. കാരണം കാലാകാലങ്ങളായി ഇവിടുത്തെ ഹിന്ദുക്കൾ സഹിഷ്ണുത പുലർത്തി വന്നിട്ടുള്ളവരാണ്. ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് കൊച്ചി രാജാവ് ബ്രോഡ്വേയിൽ പള്ളി പണി കൊടുത്തു. ഗുജറാത്തിൽ നിന്ന് വരുന്ന കച്ചവടക്കാർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യക്കുറവ്. സർ, ഇതാണ് നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം തച്ച് തകർക്കാൻ ചില്ലറ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കപട മതേതരത്വം പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടരും മാത്രമാണ് രാമനാരാണ് എന്ന സംശയം ചോദിക്കുന്നത്. അവരാണ് പറയുന്നത് ഗാന്ധിജി മരിച്ചോടത്ത് രാമനില്ല, സിഖുകാർ കൊല ചെയ്തോടത്ത് രാമനുണ്ട്. എന്തൊരു വൈരുദ്ധ്യമാണ്! പാവപ്പെട്ട സിഖുകാരെ കൊലപ്പെടുത്തുന്നത് മതേതരത്വം, മറ്റൊന്നും മതേതരത്വമല്ല. അതുപോലെ തന്നെ ഈ കപടം മതേതരത്വത്തിൽ ഇന്ന് എടുക്കാൻ ആളില്ലതായിപ്പോയി. നമ്മുടെ നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർക്ക് ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഇന്നലത്തെ ചടങ്ങിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ പങ്കെടുത്തത്. അൻസാരി എന്ന് പറഞ്ഞ വ്യവഹാരി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ അയോധ്യയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുക. പിന്നെ ആർക്കാണ് പ്രശ്നം? ഈ കപടം മതേതരവാദം കൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിച്ച ഒരു കൂട്ടം നികൃഷ്ട രാഷ്ട്രീയക്കാരുണ്ട്. അവരുടെ കാപട്യം തുറന്ന് കാണിക്കണം. കാരണം എൻ്റെ വിനീത അഭിപ്രായത്തിൽ അവർ ഭീകരവാദികളെക്കാൾ അപകടക്കാരാണ്. ഇപ്പോൾ SDPIക്കാരോ പോപ്പുലർ ഫ്രണ്ടുകാരോ നയപരിപാടികൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരെ എതിർക്കാം, അവരിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ഈ കപട മതേതരവാദികൾ ആട്ടുന്നൊലിട്ട ചെന്നായ്ക്കളാണ്. കഴുത്തിന് പിടിക്കുമ്പോഴേ ആടല്ല ചെന്നായാണ് നമ്മൾ മനസ്സിലാക്കുന്നു.
ഈ കപട മതേതരവാദമാണ് ഈ രാജ്യത്തെ ഇത്രയും കാലം നശിപ്പിച്ചത്. അവരുടെ ഇരട്ടത്താപ്പിൻ്റെ 1000 ഉദാഹരണങ്ങൾ എനിക്ക് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ ഇറക്കുമതി ചെയ്ത നേതാവുണ്ടല്ലോ സോണിയാഗാന്ധി, അവർ മദർ തെരേസ കാനണൈസേഷന് കോൺഗ്രസിൻ്റെ 2 പ്രതിനിധികളെ അയച്ചു, ശ്രീമതി മാർഗരറ്റ് ആൽവയും ഫെലോലിയും. അന്ന് അവർ പറഞ്ഞു ഭാരതീയരാകെ അഭിമാനം കൊള്ളും. തീർച്ചയായിട്ടും മദർ തെരേസ ആദരിക്കേണ്ട വ്യക്തിയാണ്. അവരിൽ ഭാരതീയർക്ക് അഭിമാനമുണ്ട്. അവർ ചെയ്ത സാമൂഹ്യ സേവനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നന്ദിയോടുകൂടി മാത്രമേ ഭാരതീയർ സ്മരിക്കുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ കാനണൈസേഷനിൽ എന്ത് പങ്കാണോ ഉള്ളത് സർ? ഞാൻ എൻ്റെ സംശയം ചോദിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മദർ തെരേസയുടെ കാനണൈസേഷനിൽ 2 പ്രതിനിധികളെ അയക്കാമെങ്കിൽ ലോകം മുഴുവൻ ആദരിക്കുന്ന രാമൻ്റെ ചടങ്ങ് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് ആ പാർട്ടി വിട്ടുനിന്നത് ശരിയാണോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ സ്ഥിതിയല്ല മുമ്പ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു, ആവേശമായിരുന്നു. മറ്റൊരു പാർട്ടിയെപ്പറ്റി ചിന്തിക്കാത്തൊരു സ്ഥിതി വിഷയമുണ്ട്. ആ സാഹചര്യത്തിലാണ് സോമനാഥ ക്ഷേത്രത്തെ പറ്റിയ അവമാനം കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരായ കെ മുൻഷി, രാജേന്ദ്ര പ്രസാദ്, സർദാർ പട്ടേൽ എന്നൊരു മുൻനിർത്തി സോമനാഥ ക്ഷേത്രം പുനഃചെയ്യും. ജവഹർലാൽ നെഹ്റു എതിർത്തുവെങ്കിലും അദ്ദേഹം എതിർപ്പ് തടസ്സമായി നിന്നില്ല. ഗാന്ധിജി വരെ അതിനെ സഹായിച്ചു. അത് മതേതരത്തിന് ക്ഷതമല്ലെങ്കിൽ വടക്കേ ഇന്ത്യ രാജ്യം മുഴുവൻ ആഹ്ലാദത്തിമർപ്പോടുകൂടി ആഘോഷിച്ച പ്രാണപ്രതിഷ്ഠ രാഷ്ട്രീയമാകുന്നത് എങ്ങനെയാണ് എൻ്റെ സുഹൃത്തുക്കളെ? എൻ്റെ എളിയ യുക്തിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കപട മതേതരത്വം ഇനിമേലാൽ ഇവിടെ ചിലവാകാൻ പോകുന്നില്ല. നിങ്ങൾ മതേതരത്വം പറയുകയാണെങ്കിൽ മതേതരത്വം എല്ലാ കാര്യത്തിലും പറയും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഹൈക്കോടതിയിൽ ക്രിസ്മസ് ആഘോഷം, റംസാൻ ആഘോഷം, ഓണാഘോഷമൊക്കെ കൊണ്ടു നടക്കണം. ആർക്കും ഒരു പരാതിയില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിനെ സഹർഷം സ്വാഗതം ചെയ്യുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യും. കാരണം ഒരു ക്രിസ്മസ് ആഘോഷം നടത്തിയാൽ ഇവിടെ മതേതരത്വം ഇടിഞ്ഞുപോടും എന്ന് ചിന്തിക്കാനുള്ള അല്പന്മാരല്ല ഈ രാജ്യത്തെ ഹിന്ദു വക്കീൽമാർ. അതുകൊണ്ട് എല്ലാവരും സസന്തോഷം പങ്കെടുക്കും. പക്ഷേ ഒരു ഭരണഘടനാ സ്ഥാപനമായ ഹൈക്കോടതിയിൽ ക്രിസ്മസ് ദിവസം പല സെക്ഷനുകളും കുരിശും ക്രിസ്മസ് നക്ഷത്രവും തൂക്കുന്നുണ്ട് അനുമതിയില്ലാതെ. അതിന് മതേതരക്കാർക്ക് പരാതിയില്ലല്ലോ. മറിച്ച് സരസ്വതി പൂജ നടത്തുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ് സാർ ഈ ഇരട്ടത്താപ്പിൻ്റെ മാനദണ്ഡം? നിങ്ങളുടെ മതേതരത്വം ഒരു മതവിഭാഗത്തിന് മാത്രം എതിരായിട്ടുള്ളതാണോ, അതോ യഥാർത്ഥ മതേതരത്വമാണോ? ഇനിയെങ്കിലും ഈ കാപട്യത്തെക്കുറിച്ച് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഈ ചർച്ചയിലൂടെങ്കിലും നിങ്ങൾ നിറവേറ്റണം. കാരണം ഇവിടെ മതേതരം അവകാശപ്പെടുന്ന 1-2 പേര് ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇരട്ടത്താപ്പ്, ഈ കാപട്യം, ഈ കപട മതേതരത്വം രാജ്യത്തെ നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കി കഴിഞ്ഞു. അവരെ വോട്ട് ബാങ്കുകളാക്കി പ്രീണനം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ചെയ്യുന്നതെന്ന് കർണാടകത്തിൽ അനുഭവത്തുന്നവർക്ക് മനസ്സിലായി. കർണാടകത്തിൽ ടിപ്പു സുൽത്താൻ്റെ പേര് എയർപോർട്ടിനിടാം എന്നിട്ടാണ് തെരഞ്ഞെടുപ്പിനിട്ടത്. അതുപോലെ പല വാഗ്ദാനങ്ങളും അതൊന്നും നടപ്പാക്കിയിട്ടില്ല. നടപ്പാക്കാൻ പറ്റില്ല എന്നറിയാം. പൊള്ളത്തരമാണ് എന്ന് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് മനസ്സിലായി. ഇന്ന് അവർ മാറി ചിന്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അങ്കലാപ്പ്. അതുകൊണ്ടാണ് ഈ ചടങ്ങ് മതേതരത്തിന് പറ്റിയതല്ല, നമ്മുടെ മതേതരത്തിന് ബലി കൊടുക്കലാണ് എന്ന അർത്ഥശൂന്യമായ വാദം ഉന്നയിച്ച് അതിൽ നിന്ന് മാറി. എന്നാൽ പരിപൂർണമായും മാറി നിൽക്കാനുള്ള അച്ചടക്കമുണ്ടോ? ഇല്ലല്ലോ. പല മുഖ്യമന്ത്രിമാരും പങ്കെടുത്തു. ഹിമാചൽ പ്രദേശിലെ പല മന്ത്രിമാരും പങ്കെടുത്തു. മുസ്ലിം സിനിമാ താരങ്ങൾ പങ്കെടുത്തു. മുസ്ലിം പണ്ഡിതന്മാർ പങ്കെടുത്തു. ഇവരൊന്നും വിലക്കിയില്ലല്ലോ. അതിനും പുറമെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സ്വന്തമായി ആഘോഷിച്ചു. പല സംസ്ഥാനങ്ങളും സ്വന്തമായി ആഘോഷിച്ചു. ഇപ്പം ശശി തരൂർ പറഞ്ഞത്
ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, അത് നമ്മുടെ വികാരം പ്രകടിപ്പിക്കലാണ്. ഡിവൈഎഫ്ഐക്കാർ അദ്ദേഹത്തെ സംഘി എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ചുരുക്കത്തില് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥ മതേതരത്വം പറയുന്ന ആളുകളെ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന പ്രവണത, സർ, ഇത് ചെലവാകാൻ പോകുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയാകൂ. ഈ മതേതരത്വം എന്ന കാപട്യം ഇവിടെ മുസ്ലിം സഹോദരന്മാരുടെ ഇനിമേൽ വിൽപ്പന ചരക്കാക്കാൻ പറ്റില്ല. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലോകമെമ്പാടും ആദരിക്കുന്ന രാമൻ്റെ കൂടെ അവർക്കും വികാരങ്ങളുണ്ട്. ആ വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞു, ഇനിയും പ്രകടിപ്പിക്കും. അടുത്തത് അയോധ്യയിൽ നിർമ്മിക്കാൻ പോകുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ ആ പള്ളിയുടെ അകത്തുണ്ടാകും. ഇനി അവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ അതിനു വേണ്ടി കാര്യമായി പ്രവർത്തിക്കാൻ പോവാണ്. അപ്പടം നമ്മുടെ കപടം മതേതരവാദികൾക്ക് നിരാശയാവും. കാരണം അവരുടെ പരിപാടി പറ്റില്ല. അവർ വർഗീയ ലഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചു, നടന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ നിരാശ കരുതിയിരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ അനുഭവിച്ചോളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും ഈ കപട മതേതരവാദം ഈ രാജ്യത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അത് ഈ രാജ്യത്തെ കാര്യമായി നശിപ്പിച്ചിട്ടുണ്ട്. ഇനി മേലാൽ ആ നാശം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യക്കാരും ഹിന്ദുക്കളും ആദ്യമായി അന്തസ്സോടെ തല ഉയർത്തി പറഞ്ഞു. പണ്ട് ബോംബെ നഗരത്തിലൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ഗൗരവ സെ ബോൾ ഹം ഹിന്ദു ഹേ. ആ വിദ്വാൻ ഇന്ന് നിങ്ങളുടെ മതേതരത്വത്തിൻ്റെ ആളാണ്, ഉദ്ധവ് താക്കറെ. അപ്പം അദ്ദേഹം പറഞ്ഞു, മതേതരത്വമെങ്കിലും നിങ്ങൾക്ക് ബാധകമാവണ്ടേ സുഹൃത്തുക്കളെ? അപ്പം എന്തിനാ ഈ കാപട്യം? ഈ കാപട്യം ഇനി ചിലവാൻ പോകുന്നില്ല. അത് നിർത്തിവെച്ച് മറ്റെന്തെങ്കിലും പരിപാടി, സത്യമായ മൂല്യങ്ങളുടെ രാഷ്ട്രീയത്തിൽ, ആദർശ രാഷ്ട്രീയത്തിൽ, പരിപാടികളുടെ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചാൽ ഈ രാജ്യത്തിനും ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്കും ന്യൂനപക്ഷ സഹോദരന്മാർക്കും ഭൂരിപക്ഷത്തിനും നിങ്ങളോട് അല്പമെങ്കിലും അനുകമ്പയുണ്ടാവും. യെസ്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, രാജ്യത്തെയും വിദേശത്തെയും മുസ്ലിം സഹോദരന്മാർ രാമനെ നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ കപട മതേതരത്വം പറഞ്ഞ് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി നിങ്ങൾ ഒരു പ്രത്യേക ആഖ്യാനം രചിച്ചിരിക്കുന്നു, ഒരു നറേറ്റീവ്. ആ നറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. നോക്കൂ, ഇതാണ് ഭാരതത്തിൻ്റെ മുഖം. നമ്മുടെ ഏറ്റവും വലിയ മതം മനുഷ്യത്വമാണ്. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത് 1,00,000 ഇമാമുമാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ തലവൻ ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇല്യാസി പറഞ്ഞതാണ് ഇത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷവും ആ വ്യക്തിയെ RSSൻ്റെ ഇമാം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, രാംകുമാർ സാർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് കൂടി ഞാൻ മറുപടി പ്രതീക്ഷിക്കുകയാണ്. യെസ്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ആ ചോദ്യം അഡ്വക്കേറ്റ് സേനാപതി വേണുവിൻ്റെ മുന്നിൽ വെക്കുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു. ശ്രീ അനിൽ നമ്പ്യാർ, ഞാൻ ശ്രീ രാംകുമാർ സാറിന്റെ വാക്കുകളെ വളരെ സകൂതം സശ്രദ്ധം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട്, കാരണം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞങ്ങളെല്ലാം വളരെ ആദരവോട് കൂടി കാണുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ രാംകുമാർ സാർ. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ രംഗത്തെ മികവും അതിനെയൊക്കെ വളരെ ബഹുമാനപൂർവ്വവും ആദരപൂർവ്വവും ഞങ്ങൾ കാണുന്ന ആളുകളാണ്. പക്ഷെ ഞാൻ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് പറയട്ടെ, അദ്ദേഹം കഴിഞ്ഞ 10 മിനിറ്റ് നേരമായി സംസാരിച്ചത് ഒരു തികഞ്ഞ വർഗീയവാദിയുടെ മനസ്സിൽ നിന്ന് വരുന്ന വർഗീയ വിദ്വേഷത്തിന്റെ ബഹിർഗമനം മാത്രമായിരുന്നു എന്നുള്ളത് ആണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനുള്ളത്. എങ്ങനെയാണ് വർഗീയവാദമാണ്, വർഗീയവാദിയാണ് എങ്ങനെ ആക്ഷേപിക്കാൻ പറ്റും താങ്കൾക്ക്? അല്ല, ഞാൻ അതിലോട്ടല്ലേ നമ്പ്യാരെ വരുന്നത്. എനിക്കും കൂടി അവസരം താ. ഞാൻ ചോദിക്കുന്ന, അദ്ദേഹം നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതേതരത്വം, കപട മതേതരത്വം എന്ന ഒരു ആഗ്രഹം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് വിനീതമായിട്ട് ചോദിക്കുന്നു, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഈ കഴിഞ്ഞ ദിവസം ശബരിമലയിലെ
നമ്മുടെ മകരവിളക്കിന്റെ ദിവസം ഈ അതിർത്തി ജില്ലകളിൽ ഭക്തന്മാർ വരുന്നത്, അതോടൊപ്പം തന്നെ പൊങ്കൽ ദിനത്തിൽ കേരളത്തിലെ 6 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്നത്, 6 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ച ആ അവധിയുടെ ഗുണം അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ഏത് ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്? സർ, നമ്മൾ അണിയുമ്പോൾ അത് മോശവും മറ്റൊരാൾ അണിയുമ്പോൾ അത് മികച്ചതും എന്ന രീതിയിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ നടക്കുന്ന ആഘോഷങ്ങളെ കുറിച്ചും എന്തേ അദ്ദേഹത്തെ പോലെ ഒരാൾ അതിനെക്കുറിച്ച് പരസ്യമായിട്ടൊരു വിമർശനം ഉന്നയിക്കാൻ കഴിയാത്ത നമ്മളിങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ ഈ നാട്ടിൽ ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗവും അദ്ദേഹം പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ജനവിഭാഗം ഒഴിച്ച് മറ്റൊരാൾക്കും നമ്മുടെ നാട്ടിൽ അവരൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലാണോ അദ്ദേഹം പറയുന്നത്? ആ ഒരു നിലപാട് തന്നെ അത് ഈ മതേതരത്വം എന്നുള്ളത് സാർ അങ്ങ് ഉദ്ദേശിക്കുന്ന മതേതരത്വമല്ല. ആ മതേതരത്വം എന്ന് പറയുന്നത് ഒരു വിശാലമായ സേനാപതി വേണു മനസ്സിലാക്കിയതിന്റെ പാളിച്ചയാണത്. അല്ല, അത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത അദ്ദേഹമായിരുന്നല്ലോ. അല്ല, രാംകുമാർ സാറ് പറഞ്ഞ ഹൈക്കോടതിയിലെ ആഘോഷത്തെ താങ്കൾ തെറ്റിദ്ധരിച്ചാണ് താങ്കൾ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഹൈക്കോടതിയിലെ ആഘോഷത്തെ മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചത്, അദ്ദേഹം ഇവിടെ KER-നെ ഉദ്ധരിച്ചുകൊണ്ട് സ്കൂളുകളിലെ അവധിയെ കുറിച്ച് അങ്ങേക്കറിയാമോ? ശനിയാഴ്ച ദിവസം വർക്കിംഗ് ഡേ ജോലി ചെയ്യലാത്ത ഒരു ജനവിഭാഗമുണ്ട് ഇന്ത്യയിൽ. അവര് വളരെ ചുരുങ്ങിയ SDA എന്ന് പറയും, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് വിഭാഗം എന്ന് പറയുന്ന അവര് ശനിയാഴ്ച ദിവസം അവർക്ക് പരീക്ഷ എഴുതാൻ പോലും കഴിയില്ല. അത് അവരുടെ ഒരു വിശ്വാസം, അവരുടെ എണ്ണം വളരെ കുറവാണ്. ആ ആളുകൾക്ക് പരീക്ഷ അന്നേ ദിവസം എഴുതാൻ കഴിയാത്തവരെ പകല് അവരെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറക്കാതെ വൈകുന്നേരം അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്ത് അതുപോലും സംരക്ഷിക്കുന്ന ഒരു നാടാണ് നമ്മളുടേത്. അത് കേവലം ഒരു മുസ്ലിം ജനവിഭാഗത്തോട് മാത്രമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജനവിഭാഗത്തോടല്ല. ആളുകളുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കരുത് എന്നുള്ള വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ. ആ വിശ്വാസത്തിന് വേണ്ടി, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ തെരുവിൽ പോരാട്ടങ്ങൾ നടത്തേണ്ടത്. അപ്പോ മതേതരത്വം എന്ന് പറയുന്നത് അത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത അന്യമതസ്ഥരെയും അന്യമതത്തെയും ഒക്കെ ഒന്ന് അംഗീകരിക്കുവാനും അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്, അവരുടെ വിശ്വാസവും സംരക്ഷിക്കപ്പെടണം എന്ന് അതിനെ ഒന്ന് അംഗീകരിക്കാനുള്ള ഒരു സഹിഷ്ണുത. ഞാൻ പറയുന്നു, ഇപ്പൊ സഹിഷ്ണുത അങ്ങ് കാണിക്കണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ഞങ്ങളെയൊക്കെ അങ്ങ് കപട മതേതരവാദികൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അങ്ങേ ഞങ്ങൾക്ക് വിശേഷിപ്പിക്കാനുള്ളത് വർഗീയതയുടെ മൂർത്തിഭാവമായി അങ്ങേപ്പോലുള്ള ആളുകൾ മാറരുത് എന്നുള്ളതാണ് ഒന്ന്. 2, അങ്ങ് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, സോമനാഥ ക്ഷേത്രം. എല്ലാ RSS BJP നേതാക്കളും അവര് പുട്ടിന് പീര ചേർക്കുന്ന പോലെ പ്രസംഗങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്. സോമനാഥ ക്ഷേത്രം പുനഃസ്ഥാപിച്ചു, രാജേന്ദ്ര പ്രസാദ് അതിന് നേതൃത്വം കൊടുത്തു, KM മുൻഷി അതിന് നേതൃത്വം കൊടുത്തു, അതുപോലെ തന്നെ എന്താ പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ അതിന് നേതൃത്വം കൊടുത്തു. അത് ശരിയാണ് സാർ. 3 മുഗൾ സാമ്രാജ്യത്തിന്റെ ആക്രമണത്തിൽ മുഗൾ ചക്രവർത്തിമാരുടെ മുഹമ്മദ് ഗോറി, മുഹമ്മദ് ഗസ്നി, ഔറംഗസീബ്, ഈ 3 മുഗൾ ചക്രവർത്തിമാരുടെ ആക്രമണത്തിൽ തകർന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം തകർന്നെടുത്ത് മസ്ജിദോ മറ്റേതെങ്കിലും നിർമ്മിതിയോ ഇല്ല. ആ ക്ഷേത്രമായിട്ട് തന്നെ തകർന്നു കിടക്കുകയാണ്. ആ തകർന്നു കിടന്ന ക്ഷേത്രത്തെ അതിനെ പുനഃസ്ഥാപിച്ചു. അതിലെന്താണ് സാർ തെറ്റ്? അപ്പോഴും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അദ്ദേഹം ചോദിച്ചതിന് വിശദീകരണം നൽകിയത്, നിങ്ങൾക്ക് പോകാം, എനിക്ക് വിരോധമില്ല, പക്ഷേ അയോധ്യയിലേതോ അഡ്വക്കേറ്റ് സേനാപതി വേണു ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ ആ പദവിയിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ പുനർപ്രതിഷ്ഠയോ അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിലോ പോകുന്നത് ഞാനതിൽ അനൗചിത്യം കാണുന്നു എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ജവഹർലാൽ നെഹ്റുവിന്റെ എല്ലാ കാലഘട്ടത്തിലെയും നിലപാടുകൾ അതാണ്. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ അനിൽ നമ്പ്യാരെ, ഇവിടെ ഞാനും നമ്പ്യാരും ഒക്കെ നേരിട്ട് കണ്ടതാണല്ലോ. 1992 ഡിസംബർ മാസം 6-ാം തീയതി. ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് തർക്കമന്ദിരമാണ്, പണ്ടത് അമ്പലമായിരുന്നിരിക്കാം, നമുക്ക് അതിനകത്തൊന്നും തർക്കമില്ല. സുപ്രീം കോടതി എന്നെ പറയാൻ അഭിഭാഷകനാണ് താങ്കൾ. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ പോലും തള്ളിപ്പറയുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലനിന്ന ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചർ തകർന്നു വീഴുന്നത് നമ്മളൊക്കെ അതിന് ദൃക്സാക്ഷികളാണല്ലോ. ഇനി അത് മസ്ജിദ് അല്ല എന്ന് തന്നെ വിചാരിക്കുക. നിലനിന്ന ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചർ തല്ലി തകർത്ത് അല്ലെങ്കിൽ അതിനെ തകർത്തതിന് ശേഷം ഉണ്ടായ തർക്കങ്ങൾ, ആ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായ ട്രസ്റ്റ്, അതൊക്കെ വർത്തമാന കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞത്
അയോധ്യയിൽ ക്ഷമിക്കണം, എന്താ പറഞ്ഞേ, സോമനാഥ ക്ഷേത്രത്തെയും പഴയ ജുനാഗഡിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സാമ്രാജ്യത്തിലെ സോമനാഥ ക്ഷേത്രത്തിനെയും അല്ലെങ്കിൽ പിന്നീട് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തെയും അയോധ്യയിലെ ഈ തർക്ക മന്ദിരം അല്ലെങ്കിൽ മസ്ജിദ് എന്തുമായിക്കൊള്ളട്ടെ അതിനെ നിങ്ങൾ ദയവ് ചെയ്ത് തുലനം ചെയ്യരുത്. അത് രണ്ട് വിഷയമാണ്, രണ്ട് സംഗതികളാണ്. ഇവിടെ ഒന്ന് നിലവിലുണ്ടായിരുന്ന ഒന്നിനെ തച്ച് തകർത്തത്, എന്റെയും നിങ്ങളുടെയും ഒക്കെ കൺമുമ്പിൽ തച്ച് തകർക്കപ്പെട്ട ഒന്ന് അതാണ്. അതും സോമനാഥ ക്ഷേത്രവും തമ്മിൽ ഒരു രീതിയിലും നിങ്ങൾ തുലനം ചെയ്യരുത് എന്ന് ഞാൻ വിനീതമായി. സേനാപതി വേണു കേസിന് പോയ അൻസാരിയുടെ കുടുംബത്തിന് പോലും പ്രശ്നമില്ലാന്ന് അവർ ഇന്നലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്പ്യാരെ, നിങ്ങളാണ് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾക്ക് അല്ല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? നിങ്ങൾ പഴയ പലതും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഞാനും ശ്രീ സുരേഷ് ബാബുവും ഇവിടെ ഇരിക്കുന്നു. സുരേഷ് ബാബു ഞാനും മുമ്പ് ഒരു പാർട്ടിക്കാരനായിരുന്നു, അദ്ദേഹം എന്റെ നേതാവ് കൂടിയാണ്. ഇന്ന് അദ്ദേഹം വേറൊരു പാർട്ടിയിലാണ്. ഞങ്ങളെയാണല്ലോ ഈ കപട മതേതരവാദികൾ എന്നങ്ങ് വിളിച്ചത്. ആ കപട മതേതരവാദികളല്ല, ഞങ്ങൾ യഥാർത്ഥ മതേതരവാദികളാണ് എന്ന് പറയാനായിട്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ല അഡ്വക്കേറ്റ് വേണു, അങ്ങനെയാണ് ഒറ്റ കാര്യം. അങ്ങനെ നിങ്ങൾ യഥാർത്ഥ മതേതരവാദികളാണെങ്കിൽ സാർ എല്ലാ മതങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സാർ. അതല്ലേ കൊടുക്കുന്നത്. അങ്ങനെ താങ്കളുടെ പാർട്ടി സമഭാവനയോടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകേണ്ടതായിരുന്നില്ലേ സാർ? ഇനി ഞാൻ അങ്ങോട്ട് വരാം. അതാണല്ലോ നമ്മുടെ ചോദ്യം. അതാണല്ലോ നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ആരുടെ രാമൻ. ആരുടെ രാമൻ എന്നുള്ളത്, നിങ്ങൾ ശ്രീരാമ ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആരുടെ രാമൻ എന്നൊരു ചോദ്യമില്ല. രാമൻ എല്ലാവരുടെയും രാമനാണ്. ആരുടെ രാമൻ എന്നൊരു ചോദ്യം അവിടെ ഇല്ല. ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നലെ അയോധ്യയില് രാംലല്ല അല്ലെങ്കിൽ അവിടെ എന്താ പറഞ്ഞ പ്രാണപ്രതിഷ്ഠ നടന്നു. അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. മിനിഞ്ഞാം നാള് ഞായറാഴ്ച മെക്സിക്കോയിൽ, ഇവിടെ നിന്ന് 6000 കിലോമീറ്റർ അകലെ മറ്റൊരു രാജ്യത്ത് മെക്സിക്കോയിൽ, അവിടെ ഒരു രാമൻ ക്ഷേത്രത്തിൽ ഈ പ്രതിഷ്ഠ നടന്നു, പ്രാണപ്രതിഷ്ഠ നടന്നു. അവിടെയും ആ പ്രതിഷ്ഠ നടന്നു. ഞാൻ ചോദിക്കുന്നത്, ഭഗവാൻ ശ്രീരാമൻ അപ്പൊ ഇന്ത്യയിൽ മാത്രമോ അല്ലെങ്കിൽ അയോധ്യയിൽ അദ്ദേഹം ജനിച്ചു എന്നുള്ള വിശ്വാസം എല്ലാ ഹൈന്ദവ വിശ്വാസികളും, നമ്മൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം, അത് അവിടുത്തെ ഒരു പ്രതിഷ്ഠ അത് നടത്തിയത് കൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്നും ഇതിനപ്പുറത്തേക്ക് വലിയൊരു സംഭവം ഇല്ല എന്നും ഒക്കെ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി ഭാരതം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല. അല്ല, നരേന്ദ്രമോദി അതല്ലേ പറഞ്ഞത്? ഇവിടെ രാമരാജ്യം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അല്ല, അതല്ലേ പറഞ്ഞത്. 22 ജാനുവരി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ രത്ന ചുരുക്കമാണ് ആമുഖത്തിൽ ഞാൻ അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് 22 जनवरी 226 एक तारीख नहीं है, केवल कैलेंडर पर एक तारीख नहीं है. കേവലം കലണ്ടറിലെ ഒരു ദിവസം മാത്രമല്ല, അത് ഇന്ത്യ എന്താ പറഞ്ഞ പുതിയ ചക്രവാളത്തിലേക്ക് കുതിക്കുന്നു, മാറ്റത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ പരിഹരിക്കപ്പെടുന്നു. അല്ല പിന്നെ അല്ലാതെ പിന്നെ എങ്ങനെയാ കരുതുന്നത്? പ്രധാനമന്ത്രിയുടെ പ്രസംഗം അല്ല, ഞാൻ നമ്പ്യാരെ, എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് പൂർണ്ണമായും കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഇന്നലെ കൊണ്ട് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി രാജ്യം പുതിയ മാറ്റത്തിലേക്ക്, പുതിയ ചക്രവാളത്തിലേക്ക് പോകുന്നു, പുതിയ ഇന്ത്യയിലേക്ക് പോകുന്നു. അതാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. ശരി, അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതാണെങ്കിൽ അത് നടന്നുകൊള്ളട്ടെ. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, ഞങ്ങൾ എന്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തില്ല എന്ന ചോദ്യത്തിന് ഞാൻ വിനയപരിസരം അങ്ങയോട് ചോദിക്കുന്നു. അവിടെ നടന്ന രാംലല്ല ഈ പ്രാണപ്രതിഷ്ഠയിൽ ഇന്ത്യയുടെ പ്രധാനമന്തിക്ക് അവിടെ എന്താ പറഞ്ഞ ആ സ്ഥാനം എന്താ പറയുന്നത്, ഗ്രഹനാഥന്റെ സ്ഥാനം അല്ലെ? ആ സ്ഥാനം അത് ആരവരോധിച്ചു കൊടുത്തതാണ്? ആരാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ളത്? ചോദ്യം നമ്പർ 1. 2, ഗർഭഗൃഹത്തിൽ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അവിടെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ അവിടുത്തെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, ശരി, അവരൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. ഞാൻ ചോദിക്കുന്നു, RSSന്റെ തലവൻ മോഹൻ ഭാഗവത്തിനെ ഈ പ്രാണപ്രതിഷ്ഠയിൽ അതിൽ പങ്കെടുപ്പിക്കാൻ ഇല്ലെങ്കിൽ ആ ചടങ്ങുകൾ പങ്കെടുപ്പിക്കാൻ അത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ എന്ത് ഭരണഘടനാ പ്രകാരം, ഇല്ലെങ്കിൽ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്ന ആ കേസിലെ ഉത്തരവിന്റെ ഏത് ഭാഗത്തിന്റെ
അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബഹിഷ്കരിക്കാൻ കാരണം അത് തന്നെയാണ്. ഞങ്ങൾ ബഹിഷ്കരിക്കാൻ കാരണം ഇത് RSSന്റെയും BJPയുടെയും ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി ഇതിനെ 22-ാം തീയതി മാറ്റി എന്നുള്ള ആക്ഷേപമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ അന്നത്തെ ദിവസം ആ ചടങ്ങിൽ പങ്കെടുക്കുക. ഇതിനെ ഒരു രാഷ്ട്രീയ പരിപാടിയായി നിങ്ങൾ മാറ്റിയത് കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന 2019 പറഞ്ഞ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത് സേനാപതി വേണു ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എത്ര ദിവസം തലപോഞ്ഞ് ആലോചിച്ചു? അപ്പൊ ഈ ഒരു ഉത്തരത്തിന് വേണ്ടിയാണോ ഇത്രയും ദിവസം 2-3 ആഴ്ച തലപോഞ്ഞ് ആലോചിച്ച് ഈ ഒരു താങ്കളിപ്പോൾ പറഞ്ഞല്ലോ അതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി RSS സർസംഘചാലകർക്ക് പങ്കെടുത്തു, അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നത്. പങ്കെടുത്തത് 8,000 ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുത്തു. ഞാൻ പറഞ്ഞത് ഗർഭഗ്രഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശ്രീകോവിൽ എന്ന് പറയുന്ന ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ പവിത്രമായ പരിശുദ്ധമായ എന്താ പറയുന്നത് സാങ്ക്ടം സാങ്ക്ടേറിയം എന്ന് പറയുന്ന ഗർഭഗൃഹത്തിൽ ഞാൻ ചോദിക്കുന്നത് അവിടെ RSSന്റെ മേധാവിക്ക് എന്ത് അധികാരമുള്ളത്? അതൊന്ന് പറയണമല്ലോ ഞങ്ങളോട്. മറുപടി പറയും ബിജെപിയുടെ വക്താവ് പ്രിന്റു മറുപടി പറയും. പ്രിന്റു, എന്തിന് RSS മേധാവി ഡോക്ടർ മോഹൻ ഭാഗവതിനെ ഗർഭഗൃഹത്തിൽ കയറ്റി? അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. സിമ്പിൾ ഉത്തരം. അതെ, സത്യത്തിൽ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഭാരതത്തിലെ 140 കോടി ജനങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ഭവ്യ മുഹൂർത്തത്തെ സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, എന്ത് നല്ല കർമ്മങ്ങളും നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ സനാതനധർമ്മ വിശ്വാസമനുസരിച്ച് ഉച്ചാടന പ്രക്രിയ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഉച്ചാടനം എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് എനർജികൾ, അങ്ങനെയാണല്ലോ നമ്മളൊരു എനർജിയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തിനും പരിസരത്തിനുമൊക്കെ അവരുടെ സാന്നിധ്യം പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പങ്കെടുക്കാത്തതോടു കൂടിയിട്ട് സത്യത്തിൽ പ്രാണപ്രതിഷ്ഠ അതിൻ്റെ 100% അതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറി എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. സത്യത്തിൽ ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടു കൂടിയിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് സത്യത്തിൽ ഈ ചിത്തഭ്രമം പ്രാപിച്ചിരിക്കുകയാണ്. ഒന്ന്, ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ ശരീരവും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സും അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് രാമൻ ആരാണെന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരും ഇന്ന് സാധിക്കില്ല. എന്നാൽ തിലകൻ മുതൽ സർദാർ വല്ലഭായ് പട്ടേൽ മുതൽ ഇങ്ങനെയുള്ള നരസിംഹ റാവു വരെയുള്ള കോൺഗ്രസ്സുകാർക്ക് രാമൻ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതറിയാത്ത കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് സോണിയാഗാന്ധിയിൽ നിന്ന് തുടങ്ങി രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്ന കോൺഗ്രസ്സുകാരാണ്. ഇവിടെ നേരത്തെ സേനാപതി വേണു പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിക്ക് എന്താണ് അധികാരം, ആനന്ദിബെൻ പട്ടേലിന് എന്താണ് അധികാരം, യോഗി ആദിത്യനാഥിന് എന്താണ് അധികാരം, പൂജനീയ സർസംഘചാലകൻ എന്താണ് അധികാരം. ഞാൻ സേനാപതി വേണുവിനോട് ചോദിക്കാൻ, സേനാപതി വേണു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? ആനന്ദിബെൻ പട്ടേൽ എന്ന് പറയുന്ന ഗവർണർ പങ്കെടുക്കേണ്ട എന്ന് ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? RSSന്റെ മോഹൻ ഭാഗവത് സർസംഘചാല ആയതുകൊണ്ട് പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ട എന്ന് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? മോഹൻജി ഭാഗവത് പങ്കെടുത്തത് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സഭയിലല്ലോ സാർ. ഈ രാജ്യത്തിലെ ആത്മതത്വമായി കാണുന്ന 140 കോടി ഹിന്ദു സമാജത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള മോഹൻജി ഭാഗവത് അല്ലാതെ പിന്നെ ആ പ്രതിഷ്ഠാ സ്ഥാനത്തിരിക്കാൻ വേറെ ആർക്കാണ് സാർ അർഹത? നിങ്ങളുടെ സോണിയാഗാന്ധിക്കാണോ? നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്കാണോ? ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്നും അറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയാണോ മോഹൻ ഭാഗവത്തിന് പകരം പിന്നെ അവിടെ ഇരിക്കേണ്ടത്? നിങ്ങളിങ്ങനെ ആലങ്കാരികമായിട്ട് RSSന്റെ മോഹൻ ഭാഗവത് പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾ അവിടെ പങ്കെടുത്തില്ലെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. സാർ, നിങ്ങൾ അവിടെ പങ്കെടുക്കാത്തതിന് കാരണം എന്താ? ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇവിടെ ജിഫ്രി തങ്ങൾ എന്ന് പറയുന്ന ഒരാൾ ഫത്വ പുറപ്പെടുവിപ്പിച്ചപ്പോൾ അതിൻ്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ നിങ്ങളുടെ വലിയ കോൺഗ്രസിന്റെ വലിയ ഇന്ത്യൻ വലിയ പ്രസ്ഥാനമാണല്ലോ, ആ പ്രസ്ഥാനം ഫത്വയ്ക്ക് മുമ്പിൽ നിങ്ങൾ ചൂളിപ്പോയി. ആ ഫത്വ നിങ്ങൾ അനുസരിച്ചു. അതല്ലേ സാർ സത്യത്തിൽ നിങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം? നിങ്ങളുടെ ഭൂരിപക്ഷം കോൺഗ്രസിലെ നേതാക്കന്മാർക്കും അണികളുടെയും ആഗ്രഹം എന്തായിരുന്നു? ഈ രാജ്യം മുഴുവൻ രാമനെ എതിരേൽക്കുന്ന സാഹചര്യത്തിൽ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു സത്യത്തിൽ കോൺഗ്രസ്സുകാർ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്.
അങ്ങനെ രാമനെ നെഞ്ചിലേറ്റുന്ന ഈ കോൺഗ്രസ്സുകാരോടൊക്കെ നിങ്ങൾ സത്യത്തിൽ വലിയൊരു ചതിവാണ് ചെയ്തത് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതോട് കൂടിയിട്ട്. പങ്കെടുക്കാതിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ സേനാപതി വേണു പറഞ്ഞതുപോലെ ഇവരിപ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ ചർച്ചകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധിയുടെ രാമൻ, അതാണ് ഇപ്പോൾ പുതിയൊരു വെർഷൻ. ഇപ്പം അനിൽ സാർക്ക് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ക്യാപ്ഷനകത്ത് എന്താണ് എന്നുള്ളത് ചോദിച്ചല്ലോ സേനാപതി വേണു. ഗാന്ധിയുടെ രാമൻ എന്താണ് സാർ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഗാന്ധിയുടെ രാമൻ. നിങ്ങൾ നേരത്തെ നരേന്ദ്രമോദിയുടെ വാക്കുകൾ വളച്ചടിച്ചുകൊണ്ട് സേനാപതി വേണു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഗാന്ധിയുടെ രാമൻ എന്ന് പറയുന്നത് സാർ സേമരാഷ്ട്ര സങ്കല്പമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അപ്പുറത്ത് ഈ അയോധ്യ എന്ന് പറയുന്നത് സത്യത്തിൽ അയോധ്യയിൽ രാമനുണ്ടോ എന്ന് രാമനുണ്ടായിരുന്നോ അത് മിത്താണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇവർ ഈ ബാബരിയുടെ പള്ളി മസ്ജിദിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. സാർ മഹാത്മാഗാന്ധിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ രാമനുണ്ടായിരുന്നു, രാമക്ഷേത്രമായിരുന്നു എന്ന്. അതിന്റെ ഫലമായിട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ യങ് ഇന്ത്യയിലും ജയ്ഹിന്ദ് നവജീവനിലുമാണ് ആദ്യമായിട്ട് ഈ രാമരാജ സങ്കല്പത്തെക്കുറിച്ച് ഗാന്ധിജി പറയുന്നത്. അതിനുശേഷം അദ്ദേഹം 1921-ലും 1929-ലും അയോധ്യയിൽ അദ്ദേഹം പോകുന്നുണ്ട്. അയോധ്യയിൽ പോയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടത്. ആ പ്രാർത്ഥിക്കുന്നത് സാർ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മസ്ജിദാണെന്നും നിങ്ങൾ തർക്കമന്ദിരാണ് എന്ന് പറയുന്ന ആ ബാബരി മസ്ജിദിനകത്ത് കയറിയിട്ടാണ് ഗാന്ധിജി അദ്ദേഹം അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഗാന്ധിജിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സാർ. ആ ഗാന്ധിജിയുടെ രാമരാജ സങ്കല്പമാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. അതാണ് നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞത് ക്ഷേമരാജ സങ്കല്പം എന്നുള്ളത്. അന്ന് 1921 നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സന്യാസി, ആയിരക്കണക്കിന് സന്യാസിമാരുടെ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചെന്ന്. 1921 സരയൂ നദിക്കരയിൽ സന്യാസിമാരെ കൊണ്ട് രാമരാജ്യത്തെക്കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ഈ ഗാന്ധിജി. നിങ്ങൾ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാൻ. ഞാൻ പറയുന്നത് ബ്ലണ്ടർ ആണെങ്കിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ച് എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തോ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ എന്നുള്ളത്. ഞാൻ പറയുന്നത് ഒരു ചാനലിൽ ഇരുന്നിട്ട് ഞാൻ പറയുന്നത് വിടുവായത്തമാണെങ്കിൽ. അപ്പോൾ സാർ ഈ രാജ്യത്ത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുഹമ്മദ് അലി ജിന്നയുടെ മനസ്സും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ രാജ്യ താല്പര്യത്തിനെതിരെ എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിരുന്ന ആൾക്കാരാണ്. അത് രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് രാമന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ശരാശരി കോൺഗ്രസ്സുകാരന്റെ മനസ്സിനകത്ത് സേനാപതി വേണു സാർ നിങ്ങൾ ആലോചിക്കണം, ആ ചടങ്ങിൽ പങ്കെടുക്കണമായിരുന്നു. പങ്കെടുത്തത് കൊണ്ട് കോൺഗ്രസിന് എന്താ നഷ്ടമുണ്ടാവുക? അപ്പൊ നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ്? നേരത്തെ ഈ സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആദരണീയ രാംകുമാർ സാറെ വർഗീയവാദി എന്ന് വിളിച്ചത്. സാർ സത്യം പറയുന്നവരെ മുഴുവൻ നിങ്ങൾ ഇങ്ങനെ വർഗീയവാദി എന്ന് വിളിക്കല്ലേ. രാംകുമാർ പറഞ്ഞത് അത് സത്യമാണോ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ പറയുന്നത് പരിശോധിക്കുക. ഈ സത്യം വിളിച്ച് പറയുന്നവർ വർഗീയവാദികൾ എന്നുള്ള ഒരു വേലാപ്പ് പകച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഒറ്റപ്പെടുന്ന സംവിധാനം അത് നടക്കില്ല. നിങ്ങളുടെ സത്യത്തിൽ ഇവിടുത്തെ പീഡന രാഷ്ട്രീയത്തിന്റെ അവസാനമാണ് സാർ ഇവിടെ നമ്മൾ കഴിഞ്ഞ ആ പ്രതിഷ്ഠാ ദിനത്തിൽ കണ്ടത്. കാരണം കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാം ഈ മുഹമ്മദ് അലി ജിന്നയുടെ കാലഘട്ടം മുതൽ മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിനെ വെല്ലുവിളിച്ചത് മുതൽ ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് പിന്നീട് ഇപ്പോഴും ഈ ഒരു അനുനയ പാതയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടിത ന്യൂനപക്ഷത്തെ ഭയന്നുകൊണ്ട് പല തീരുമാനങ്ങൾ, കാരണം വന്ദേ മാതരത്തെ പോലും സ്വന്തം പ്രസ്ഥാനത്തിന്റെ, കാരണം വന്ദേ മാതരം ആദ്യം പാടിയത് RSSകാരൊന്നുമല്ല സാർ, കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ്. ആ വന്ദേ മാതരത്തെ പോലും തിരസ്കരിച്ച ആളുകളാണ് അന്ന് നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ രാമനെയും തള്ളിപ്പറയും, രാമന്റെ സംസ്കാരത്തെയും തള്ളിപ്പറയും, അയോധ്യയും തള്ളിപ്പറയും. നിങ്ങൾ നോക്കൂ, നിങ്ങൾ രാമന്റെ ആരാധന സാർ ഈ വടക്കൻ മലബാറിലെ മാപ്പിളമാരുടേതായിരുന്നു സാർ രാമൻ. അതുകൊണ്ടാണല്ലോ വടക്കൻ മലബാറിലെ ഉമ്മമാർ. നമ്മൾ നോക്കൂ, ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാബറുടെ പാരമ്പര്യം ഒന്നുമല്ല, അത് മാലിക് ദീനാറിന്റെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ രാമന്റെ കഥകൾ മുസ്ലിം ചെറുപ്പക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് പാടിക്കൊടുത്തിരുന്ന മലബാറിൽ ഉമ്മമാരുണ്ടായിരുന്നു സാർ. അതാണ് മാപ്പിള രാമായണം. അപ്പൊ ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെതാണ് രാമൻ. ഈ രാജ്യത്തിലെ ഗാന്ധിയെ പോലെയുള്ള ക്ഷേമരാജ സങ്കല്പമുള്ളവരുടേതാണ് രാമൻ. ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന, സനാതന ധർമ്മത്തെ അംഗീകരിക്കുന്ന ആളുകളുടേതാണ് രാമൻ. അപ്പൊ സ്വാഭാവികമായിട്ട് രാമൻ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരമുണ്ട്. പിന്നെ നിങ്ങൾ രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടി, നിങ്ങളുടെ കോൺഗ്രസിന്റെ നിലനിൽപ്പിന് വേണ്ടി, കേരളത്തിലെ 20 സീറ്റിന് വേണ്ടി സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളുടെ ആത്മാഭിമാനത്തെ പണയം വെച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആത്മാഭിമാനം പണയം വെച്ചു. അത് നോക്കണം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മളുടെ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച്. സോമനാഥ ക്ഷേത്രം അങ്ങനെ ആത്മാഭിമാനത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റ ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെ രാജേന്ദ്ര പ്രസാദ് പോകുന്നതിന് എന്തിനാണ് സാർ ഈ നെഹ്റു എതിർക്കുന്നത്? സത്യത്തിൽ ഈ രാജ്യത്തെ പുറകോട്ടടിച്ചതിന് പിന്നിൽ നെഹ്റുവിയൻ ആശയങ്ങൾക്ക് വലിയ പങ്കുണ്ട് സാർ. നെഹ്റുവിന്റെ സ്റ്റാൻഡിംഗ് പോയിന്റ് ഇന്ത്യയും വ്യൂ പോയിന്റ് റഷ്യയുമായിരുന്നു. അതാണ് സത്യത്തിൽ ഈ രാജ്യത്തെ തകർത്തത്. ആ വ്യൂ പോയിന്റ് റഷ്യ ആയതോട് കൂടിയിട്ട് കോൺഗ്രസ്സുകാർക്കിടയിൽ സ്പ്ലിറ്റ് വന്നു. നെഹ്റുവിനെ പിന്തുടരുന്ന ആളുകളും തിലകനെ പിന്തുടരുന്ന ആളുകളും. അപ്പൊ സ്വാഭാവികമായി ചരിത്രത്തിൽ ഇന്ന് നെഹ്റുവിനെയല്ല നിങ്ങൾ പിന്തുടരുന്നത്, നിങ്ങൾ പിന്തുടരുന്നത് ജിന്നയെയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇനിയും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തി നിൽക്കുന്ന വലിയൊരു അപജയമുണ്ട്. നിങ്ങൾക്കത് തിരിച്ചു വരാൻ നിങ്ങൾ ഏത് ജോഡോ യാത്ര നടത്തിയാലും ഏത് ഗംഗയിൽ കുളിച്ചാലും സേനാപതി വേണു സാർ നിങ്ങൾക്ക് ഇനി ഒരു തിരിച്ചു വരവില്ല. കാരണം നിങ്ങൾ ഈ രാജ്യത്തിലെ രാമഭക്തരെയാണ് അപമാനിച്ചിട്ടുള്ളത്, രാമന്റെ അസ്തിത്വത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത്, രാമൻ എന്ന് പറയുന്ന ആത്മതത്വത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്ത് തിരിച്ചു വരവ് എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമാകും എന്നുള്ളതാണ് എനിക്ക് വേണു സാറോട് പറയാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരം നൽകാം. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഗാന്ധിജിയുടെ രാമൻ, മോദിയുടെ രാമൻ, അങ്ങനെയൊക്കെ വേണോ? രാമൻ നമ്മുടെയൊക്കെ ഒരു വികാരം അല്ലേ? അത് അംഗീകരിക്കാൻ എന്താണ് വിമുഖത? ഇതൊക്കെ ആളുകളുടെ വീക്ഷണത്തിൻ്റെ വ്യത്യസ്തതകളാണ്. ഇവിടെ ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഏത് തരത്തിൽ നമ്മൾ നോക്കിക്കാണുന്നു എന്നത് ആശ്രയിച്ചിരിക്കും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ. ഞാൻ കാണുന്ന ജനാധിപത്യവും മതേതരത്വവും മതന്യൂനപക്ഷങ്ങൾ, ഭാഷാ ന്യൂനപക്ഷങ്ങൾ, പ്രാദേശികമായ ന്യൂനപക്ഷങ്ങൾ ആയി നിൽക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെയാണ് ഞാൻ കാണുന്ന, അല്ലെ ഞാൻ നിർവചിക്കുന്ന ജനാധിപത്യം. മതേതരത്വം എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂരിപക്ഷമൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ സാമൂഹ്യ ചരിത്രമെടുത്താൽ നമുക്ക് മനസ്സിലാകും, ഒരു മതം, ആ മതത്തിന് ഭൂരിപക്ഷമുണ്ട്, അതും മഹാഭൂരിപക്ഷമുണ്ട്. പക്ഷേ ആ മതത്തിൻ്റെ ഭൂരിപക്ഷത്തിനെ കൊണ്ട് മാത്രം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ന്യൂനപക്ഷ മതസമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഈ ഭൂരിപക്ഷ മതസമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന അതേ പന്ഥാവിലൂടെ അവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെയാണ് പണ്ട് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള ഇപ്പോൾ BJPയും RSSും ഒക്കെ വിഭാവനം ചെയ്യുന്നത് ജനാധിപത്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യം എന്നുള്ള നിലയിലാണ്. അതവർക്ക് എളുപ്പവുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്നത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഏകാധിപത്യത്തെ ജനാധിപത്യം എന്ന വ്യാഖ്യാനത്തിലൂടെയാണ് കമ്മ്യൂണിസത്തിൻ്റെ പ്രചാരണം വരുന്നത്. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ നിൽക്കാൻ കഴിയുന്ന, എന്നാൽ ഏതെങ്കിലും തരത്തിൽ എണ്ണത്തിൽ കുറവുള്ള ആളുകൾക്ക് ഞങ്ങൾ എണ്ണത്തിൽ കുറവുള്ളവരായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ അവഗണിക്കപ്പെടുന്നവരാണ് എന്ന ചിന്തയില്ലാതെ എണ്ണത്തിൽ കൂടുതലുള്ള ആളുകൾ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത് പോലെ തന്നെ അവർക്കും നിൽക്കാൻ കഴിയുന്ന, ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും അന്നത്തെ ഭരണഘടനാ സൃഷ്ടാക്കളും മുന്നിൽ കണ്ടത്. അതാണ് പ്രായോഗികമാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതിൽ നിന്ന് ഒരു ഡീവിയേഷൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അത് ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യത്തിലേക്ക് പോകുന്നു. ഈ തരത്തിൽ വരുന്ന ന്യൂനപക്ഷ ജനവിഭാഗത്തിനെ അവർക്ക് ആശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് മാനസികമായി സുരക്ഷിതത്വം നൽകുന്ന നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് വ്യാഖ്യാനം നൽകി ഒരു ഡിവിഷൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ്. സുരേഷ് ബാബു, കേരളത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് മാത്രമേ ആധിയുള്ളൂ. അദ്ദേഹം പറഞ്ഞതിനോട് ഉത്തരേന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കൊന്നും ആധിയില്ല, ആശങ്കയില്ല. അവരത് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് മാത്രമാണ് ആശങ്ക. അതല്ല അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ ഒരു ലിറ്റ്മസ് ടെസ്റ്റിന് പോകുന്നില്ല. ഇപ്പം നമ്മൾ അതിനകത്തൊരു ബുദ്ധം പോണ്ട. ഏതാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും ഒരു ബോധ്യങ്ങളുണ്ട്. അതവിടെ കിടക്കട്ടെ. ഇനി അഥവാ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ പോകട്ടെ, അതിനിപ്പോൾ എന്താ തടസ്സം? പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു 4 പേർക്കെങ്കിലും അത്തരമൊരു ആധി ഉണ്ടെങ്കിൽ ആ ആധി തീർക്കുവാനാണ് അവിടെ നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യം. വേണു പറഞ്ഞത് സുരേഷ് ബാബു, ആ ആധി വെച്ചുള്ള രാഷ്ട്രീയമല്ലേ പയറ്റുന്നത്? ആ ആധി വെച്ചുള്ള രാഷ്ട്രീയമാണ്. അല്ല, അതാണ് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ, അല്ലെങ്കിൽ ഞങ്ങളുടെ അതിജീവനം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ആ പൊളിറ്റിക്സ് കളിക്കുന്നത്?
അല്ല, പൊളിറ്റിക്സിൽ ഇതെല്ലാം ഉണ്ടാവും. ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമാണ് നല്ലത് എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് കളി അപ്പുറത്തും, എന്നാൽ കൂടെ നിൽക്കാൻ തയ്യാറുള്ള ന്യൂനപക്ഷത്തിൻ്റെ ഒരു ആധിപത്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടാനുള്ളൂ എന്ന നിലക്ക് അതും രണ്ടും പോളിറ്റിക്സ് തന്നെ. അതിന് നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അവർക്ക് കിട്ടാനുള്ള ആളുകളെ സുരേഷ് ബാബു, കേരളത്തിലെ മുസ്ലിം വിഭാഗം കേരളത്തിലെ മുസ്ലിം ജനവിഭാഗം അവർ തിരിച്ചറിയുന്ന കാലം വിദൂരത്തല്ല. അവർ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന ആശങ്ക അത് തന്നെയല്ലേ കേരളത്തിലെ ഇടതുപക്ഷത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗം തിരിച്ചറിയുന്നു ഞങ്ങളെ പറ്റിക്കുകയാണ്, ഞങ്ങളെ വഞ്ചിക്കുകയാണ് എന്നവർ മനസ്സിലാക്കി തുടങ്ങിയാൽ നിങ്ങൾ ഈ പയറ്റുന്ന ഈ നേരത്തെ രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കപട മതേതര രാഷ്ട്രീയം അത് അവർ മനസ്സിലാക്കും. അന്ന് നിങ്ങളുടെ ഈ പൊളിറ്റിക്സ് അവസാനിക്കും. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഈ വലിയ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന മതേതരത്വം ഉദ്ഘോഷിക്കുന്ന ആ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അതിന് അവസാനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അനിൽ നമ്പ്യാർ ഒന്ന് എന്നെ പറയാൻ അനുവദിക്കും ഒരു മിനിറ്റ്. അല്ലാതെ എന്താ അങ്ങനെ ഇപ്പോൾ രാംകുമാർ സാർ പറയുന്ന കപട മതേതരത്വത്തെക്കുറിച്ച് മറുപടി പറയാൻ ഞാനില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും ഞാൻ പറഞ്ഞതാണല്ലോ, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മുമ്പിൽ തലകുരിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് ഞാൻ. അതുകൊണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതപ്പെടുകയാണ്. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്താണ്, ഒരു ഭരണാധികാരി ഇന്ന് നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടന ആണ് മുറുകെ നമ്മൾ പിടിക്കുന്നതെങ്കിൽ, ഇന്നത്തെ നിലവാരത്തിലുള്ള ഇന്നത്തെ ജീവിക്കുന്ന ഭരണഘടനയാണ് നിലനിൽക്കുന്നതെങ്കിൽ, അവിടെ ഭരണാധികാരികൾക്ക് ഈ ക്ഷേത്ര പരിപാടികൾക്കോ മോസ്കിൻ്റെ പരിപാടികൾക്കോ പിന്നെ ചർച്ചിൻ്റെ പരിപാടികൾക്കോ അങ്ങനെ നേതൃത്വപരമായ പങ്ക് വഹിച്ച് അവിടുത്തെ ഒരു പൂജാരിമാരാകുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത് ഇന്ന് നിലവിലുള്ള ഭരണഘടന വെച്ച് ശരിയല്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മോഹൻ ഭാഗവത് എന്ന് പറയുന്ന വിശിഷ്ട വ്യക്തിക്ക് ആ ഗർഭഗൃഹത്തിലുള്ള സ്ഥാനം ആണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്ഥാനം. അദ്ദേഹത്തിനാണ് യഥാർത്ഥത്തിലുള്ള സ്ഥാനം. മറ്റ് 3 പേർക്കും അവിടെ യഥാർത്ഥത്തിൽ ഇല്ല. അതാണ് ഈ ശ്രീ വേണുവുമായുള്ള വേണുവോട് ഞാൻ എൻ്റെ തച്ചുടച്ച ഒരു പള്ളിയുടെ ഭാഗത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അതിന് ഭരണഘടനാപരമായി മാത്രമല്ല നിയമപരമായും സാധൂകരിക്കപ്പെട്ട ഒരു നിർമ്മാണ പ്രക്രിയയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. മറിച്ച് ഭരണാധികാരത്തിലുള്ള ആളുകളുടെ സാന്നിധ്യത്തെയാണ് എന്നെ വേദനിപ്പിക്കുന്നതും കുഴക്കുന്നതും. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യമല്ല. പിന്നെ ശ്രീ ചരിത്രവും രാമചരിത്രവുമാണ്. ഞാൻ ദൈവത്തിൻ്റെ നേരിട്ടുള്ള വക്താക്കളായി 33 കോടി ജനങ്ങൾ ദൈവങ്ങളുണ്ട് എന്നൊക്കെയാണ് ഹൈന്ദവ പുരാണങ്ങൾ കേട്ടിട്ടുള്ളത്. എനിക്കതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയില്ല. അവരാരും ക്ഷേത്ര നിർമ്മിതിയിലൂടെ ആ ദൈവവ്യക്തികളെല്ലാം തുരുമ്പിലും തൂണിലും ഒക്കെ നിൽക്കുന്ന ആ ദൈവ സാന്നിധ്യം ഇത്തരമൊരു ക്ഷേത്ര നിർമ്മാണത്തിലൂടെയാണ് പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് എന്നതല്ല ഈ കാലത്ത്. ഇപ്പോൾ ഈ ഏപ്രിൽ 24 മുമ്പ്, ഏപ്രിൽ മാസം 2024 മുമ്പ് പൂർത്തിയാക്കാത്ത ഒരു ക്ഷേത്രത്തിൻ്റെ കർമ്മ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു.